അതെടി ജീവന്, ജീവൻ തോമസ്. വർഷങ്ങൾക്ക് ശേഷം ഇന്നവൻ എന്റെ മുമ്പിൽ വൻപെട്ടു. ഓ ഗോഡ്, എന്തൊരു മിസ്സിംഗ് ആയിരുന്നു. രക്ഷപ്പെട്ടു കളഞ്ഞു. എന്താ എന്താ നീ തുറച്ചു നോക്കണേ? ഞാൻ പറയുന്നത് രസിക്കുന്നില്ല നിനക്ക്? എനിക്കറിയാം, നീ അവന്റെ കൂട്ടല്ലേ. സത്യം പറ, നീയോ അവനും ചേർന്ന് കളിച്ചതല്ലേ അന്ന്? വർഷ, എന്നെ അവനൊരു ട്രാപ്പിൽ പെടുത്തിയിട്ട് നീ എന്ത് നേടി? എന്ത് നേടിയെന്ന്? എന്റെ ഉള്ളിലെ വിങ്ങി വേവുന്ന മനസ്സ്, അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. ആർക്കും. വർഷ പ്ലീസ്, എന്താ ഇതൊക്കെ? നോക്കൂ, വല്ലവരും കണ്ടാ എന്താ കരുതാ? വാ, നമുക്ക് അകത്തേക്ക് മാറി സംസാരിക്കാം. നോ, ഞാൻ വരില്ല. വല്ലവരും കണ്ട നിനക്ക് കുറച്ചില്ല അല്ലേ? എല്ലാരും കാണട്ടെ. ഈ പാവ എന്നെ അവന് വലിച്ചെറിഞ്ഞു കൊടുക്കായിരുന്നില്ലേ നീ? ഒന്ന് പതുക്കെ. എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? നീ ജീവൻ തോമസിനെ കണ്ടെന്നോ? ഒക്കെ നിനക്ക് തോന്നിയതാവും. തോന്നിയതാ, സമ്മതിച്ചു. എല്ലാം എന്റെ തോന്നലുകളാ. തോന്നലുകൾ. നിനക്കൊക്കെ എന്തും സൈക്യാട്രിസ്റ്റിന്റെ മഞ്ഞ കണ്ണ് വെച്ച് നോക്കി കാണാൻ കഴിയൂ. മനസ്സെന്ന് പറയുന്നത് നിന്റെ ഒന്ന് ചൊൽപ്പടിക്കല്ലെന്ന് കരുതിക്കോ നീ. വർഷ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക, ഒന്നറിയുക. നീ ഇപ്പോഴും പാസ്റ്റ് ലൈഫിലാ. അതേ വർഷ, ഇന്നലകളിലാ നീ ജീവിക്കുന്നത്. ഇന്നലകളിൽ അതാ ചില യാഥാർത്ഥ്യങ്ങളെ നിനക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. വർഷ, എല്ലാ യാഥാർത്ഥ്യങ്ങളും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പക്കാർ നിങ്ങളൊക്കെയാ. വർഷ, വർഷ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക. ഒന്നും കേൾക്കണ്ട എനിക്ക്, ഒന്നും. പക്ഷേ ഒരു ദിവസം വരാനിരിക്കുന്നു. അതെ, ആ കാട്ടു ചെന്നായി എന്റെ മുമ്പിൽ വന്ന് പെടും. കാത്തിരുന്നോ നീ? അന്ന് അവന്റെ മരവിച്ച ബോഡി പൊതിഞ്ഞു കെട്ടി ഇവിടെ കൊണ്ടുവരും ഞാൻ. വർഷ, പ്ലീസ് വർഷ.